വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഓവർസിയർ ഗ്രേഡ് 1 എന്നീ തസ്തികകളിലേക്കുള്ള പരീക്ഷയ്ക്കുള്ള എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്ന ടോപ്പിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അതായത് നമ്മൾ ഈ വീഡിയോ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൻ്റെ ലെക്ചേഴ്സ് ചെയ്യുന്നത് കുറേ പാർട്സ് ആയിട്ടായിരിക്കും. ഒരുപാട് വാസ്റ്റായിട്ട് പഠിക്കാനുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ഓവർസിയറിന് ഓവർസിയർ ഗ്രേഡ് 2 ഗ്രേഡ് 3ക്ക് പഠിച്ചതുപോലെ പഠിച്ചാൽ പോരാ. കാരണം കുറച്ചും കൂടി ഇൻഡെപ്ത് നമ്മളിത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് വീഡിയോ നല്ല ഡീറ്റെയിൽ ആയിട്ട് പാർട്സ് ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അപ്ലോഡ് ചെയ്യുന്ന ലെക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് മിസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ട് പഠിക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞോളൂ. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിലേക്കായിട്ട് റിപ്ലൈ ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് ബേസ് ചെയ്തിട്ടാണ് സിലബസ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. വാട്ടർ സോഴ്സസ് ആൻഡ് ഡിമാൻഡ്, ക്വാണ്ടിറ്റി എസ്റ്റിമേഷൻ, പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ്, ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ സപ്ലൈയുടെ, അതായത് വാട്ടർ സോഴ്സസിൽ അല്ലെങ്കിൽ വാട്ടറിൽ വരുന്ന കുറച്ച് പ്രോബ്ലംസും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെയാണ് പഠിക്കുന്നത് നമ്മൾ ഈ ഒരു എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിലെ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കുന്നത്, അതായത് ഡ്രിങ്കിങ് വാട്ടേഴ്സിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് വാട്ടർ സപ്ലൈ എന്താണെന്ന് അറിയണം. വാട്ടർ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ കംപ്ലീറ്റ് ലേ ഔട്ട് ഫ്രം ദ സോഴ്സ് ഓഫ് സപ്ലൈ ടു ദ ഡിസ്ട്രിബ്യൂഷൻ, അതായത് സപ്ലൈ തൊട്ട് ഡിസ്ട്രിബ്യൂഷൻ വരെയുള്ള കംപ്ലീറ്റ് ലേ ഔട്ടിനെയാണ് നമ്മൾ വാട്ടർ സപ്ലൈ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സോഴ്സ് ഏതൊക്കെ സോഴ്സാണ് വാട്ടറിനുള്ളതെന്ന് നമ്മൾ അറിയണം. അപ്പോൾ അത് രണ്ട് ടൈപ്പ് സോഴ്സാണുള്ളത്, സർഫസ് സോഴ്സസും സബ് സർഫസ് സോഴ്സസും ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സർഫസ് സോഴ്സസും സബ് സർഫസ് സോഴ്സസും പറയുമ്പോൾ അതിൽ കുറച്ച് വാട്ടർ ബിയറിംഗ് സ്ട്രാറ്റംസ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ പറയുന്ന ഈ 4 ടേം എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിനേഷനായിട്ട് തന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഓവർസിയറിനാണെങ്കിലും അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിനാണെന്നുണ്ടെങ്കിലും കേട്ടോ. അപ്പം ആക്യൂഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് 4 ടേമും എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ആക്യൂഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ ബിയറിംഗ് സ്ട്രാറ്റം ഫ്രം വിച്ച് വാട്ടർ ക്യാൻ ബി ഡ്രെയിൻ ബൈ ഗ്രാവിറ്റി വഴി നമുക്ക് ആ ഒരു പർട്ടിക്കുലർ വാട്ടർ ബിയറിംഗ് സ്ട്രാറ്റത്തിൽ നിന്ന് വാട്ടർ ഡ്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് വാട്ടർ ബിയറിംഗ് സ്ട്രാറ്റത്തിനെയാണ് പറയുന്നത് ആക്യൂഫർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഗ്രാവൽ, സാൻഡ്. എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ അധികം ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ, എന്നാലും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ആക്യുഫ്യൂജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ഹാവ് ഇന്റർ കണക്റ്റഡ് പോൾസ് ആൻഡ് ഹെൻസ് കനോട്ട് അബ്സോർബ് ഓർ ട്രാൻസ്മിറ്റ് വാട്ടർ. വാട്ടർ അബ്സോർബ് ചെയ്യാനും പറ്റത്തില്ല, ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റത്തില്ല. അതിനകത്തുള്ള വാട്ടർ അങ്ങനെ തന്നെ ഉണ്ടാവും. അതായത് ആ ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റത്തിൽ ഇന്റർ കണക്റ്റഡ് പോൾസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വാട്ടർ അബ്സോർബ് ചെയ്യാനോ ട്രാൻസ്മിറ്റ് ചെയ്യാനോ പറ്റത്തില്ല. എക്സാമ്പിൾ എന്ന് പറയുന്നത് ബസാൾട്ട് ആൻഡ് ഗ്രാനൈറ്റ് ആണ്. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്തത് അക്യുക്ലൂഡ്. ഈ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിന് വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, പക്ഷേ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരു എക്സാമ്പിളാണ് ക്ലേ ആൻഡ് ഷെയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അക്യുടാർഡ്. ക്ലേ ലെൻസസ് എംബഡഡ് ഇൻ സാൻഡ്, അതായത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, ചെറിയ റേറ്റിലൊക്കെ വാട്ടറിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രക്ചർ അല്ലെങ്കിൽ വാട്ടർ ബിയറിംഗ് സ്ട്രാറ്റത്തിനെയാണ് അക്യുട്ടാർഡ് എന്ന് പറയുന്നത്. സാൻഡിൽ ക്ലേ ലെൻസസ് എംബഡ് ചെയ്തിരിക്കുന്ന പോലെയാണ്, അതായത് വാട്ടർ ചെറിയ രീതിയിൽ സ്ലോ റേറ്റിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചറിനെയാണ് അക്യുട്ടാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 4 ടേം നിങ്ങൾ പഠിച്ചു വെക്കുക. മൂവിങ് ബാക്ക് ടു സോഴ്സസ് ഓഫ് വാട്ടർ. സോഴ്സസ് ഓഫ് വാട്ടർ 2 ടൈപ്പാണ് ഉള്ളത്. സർഫസ് സോഴ്സസ് ഉണ്ട്, സബ് സർഫസ് സോഴ്സസും ഉണ്ട്. അപ്പോൾ സർഫസ് സോഴ്സസ് ആണ് ഞാൻ ആദ്യം പറയുന്നത്. സർഫസ് സോഴ്സസ് 4 എണ്ണമാണ് ഉള്ളത്. ലേക്സും പോൺസ്, സ്ട്രീംസ് ആൻഡ് റിവേഴ്സ്, സ്റ്റോറേജ് ഓർ ഇമ്പൗണ്ടഡ് റിസർവോയേഴ്സ് ആൻഡ് ഓഷ്യൻ. ഈ 4 ടൈപ്പാണ് ഉള്ളത്. ലേക്സ് ആൻഡ് പോൺസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ആൽഗെ, വീഡ്സ്, പിന്നെ വെജിറ്റേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതിൽ ആൽഗേസും വീഡ്സും പിന്നെ വെജിറ്റബിൾ ഗ്രോത്ത് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിന് ബാഡ് സ്മെല്ലായിരിക്കും, ടേസ്റ്റ് വ്യത്യാസമായിരിക്കും, പിന്നെ ഒരു കളറും ആ ഒരു വാട്ടറിന് ഉണ്ടാവും. ഓക്കെ, പിന്നെ സ്ട്രീംസ് ആൻഡ് റിവേഴ്സ്. ആക്ച്വലി സ്ട്രീംസ് ആൻഡ് റിവേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിവറൊക്കെ ഉത്ഭവിക്കുന്നത് ഹില്ലി ഏരിയാസിൽ നിന്നാണ്, അതായത് മൗണ്ടേനിയസ് റീജിയൻസിൽ നിന്നാണ് സ്ട്രീംസും റിവേഴ്സും ഒക്കെ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ, അതായത് മൗണ്ടനീസ് റീജിയൻസിൽ പ്യുവർ ആയിരിക്കും, പക്ഷെ അത് പ്ലെയിൻസിലോട്ട് വരും തോറും അതിന് ഇമ്പ്യൂരിറ്റീസ് കൂടിക്കൂടി വരും. അതായത് അതിന്റെ ക്വാളിറ്റി ഡിറ്റീരിയോറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ഇതിന്റെ വാട്ടറിന്റെ ക്വാളിറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ മൗണ്ടനീസ് റീജിയനിൽ പ്യുവർ ആണെങ്കിൽ അത് പ്ലെയിൻസിലേക്ക് എത്തും തോറും അതിന്റെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടേ വരും.
ഓക്കെ, ഇനി അടുത്തത് സ്റ്റോറേജ് ഓർ ഇമ്പൗണ്ടഡ് റിസർവോയർ ആണ്. ഇതാണ് ബിഗ് സിറ്റീസിലേക്കുള്ള ഒരു മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത്. ആക്ച്വലി സർഫസ് സോഴ്സസ് എന്ന് പറയുന്നത് ഫുള്ളി റെയിൻഫോൾ ബേസ്ഡ് ആയിരിക്കും. അതായത് റെയിൻഫോൾ കാരണമായിരിക്കും ഈ സർഫസ് സോഴ്സസ് ഫില്ലാവുന്നത്. പക്ഷേ സ്റ്റോറേജ് ഓർ ഇമ്പൗണ്ടഡ് റിസർവോയറിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ റെയിൻഫോൾ മാത്രമല്ല, ആ ഒരു പർട്ടിക്കുലർ കാച്ച്മെന്റിന്റെ ടോപ്പോഗ്രാഫിയും കൂടി ഇതിനെ അത് എത്രത്തോളം വാട്ടറിനെ ബെയർ ചെയ്യുന്നു എന്നുള്ളതിന് ഒരു ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ സ്റ്റോറേജ് ഓർ ഇമ്പൗണ്ടഡ് റിസർവോയറിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ബിഗ് സിറ്റീസിലേക്കുള്ള മെയിൻ സോഴ്സ് ഓഫ് സപ്ലൈ ആണ് സ്റ്റോറേജ് ഓർ ഇമ്പൗണ്ടഡ് റിസർവോയേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഓഷ്യൻസ്. ഓഷ്യൻസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഇറ്റ് ഇസ് ഹൈലി സലൈൻ, അതായത് സാൾട്ട് വാട്ടർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം എന്താണ് സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സലൈനിറ്റി അത് റിമൂവ് ചെയ്യണം, അതായത് ഡീസലൈനേഷൻ ചെയ്യണം, സാൾട്ട് കണ്ടന്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് സബ്സർഫസ് സോഴ്സസ് ഓഫ് വാട്ടറിലാണ്. അത് ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഇൻഫിൽട്രേഷൻ ഗാലറീസ്. ഇൻഫിൽട്രേഷൻ ഗാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹൊറിസോണ്ടൽ ടണൽ. അതൊരു ചെറിയൊരു ഡെപ്തിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഹൊറിസോണ്ടൽ ടണലാണ് എലോങ് ദ ബാങ്ക് ഓഫ് ദ റിവർ. ഓക്കെ, റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും. പിന്നെ അതിന്റെ ബൗണ്ടറീസ് ഒക്കെ പെർമിയബിൾ ആയിരിക്കും. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഇൻഫിൽട്രേഷൻ ഗാലറിയിലേക്ക് വാട്ടർ ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ബൗണ്ടറീസ് പെർമിയബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ഹൊറിസോണ്ടൽ വെൽ എന്നും കൂടി പറയും. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ടണൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ വെൽ എന്നുള്ള ടേം കേൾക്കുമ്പോൾ നമ്മൾ ഇൻഫിൽട്രേഷൻ ഗാലറി എന്ന് തന്നെ ഓർക്കുക. ഇനി അടുത്ത നെക്സ്റ്റ് ഇൻഫിൽട്രേഷൻ വെൽ വരുന്നുണ്ട്. അപ്പോൾ അതും ഇതുമായിട്ട് കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ ഇൻഫിൽട്രേഷൻ ഗാലറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലെയർ ആലോചിച്ചാൽ മതി. അതായത് നമ്മൾ ഗാലറിയിലൊക്കെ സ്പോർട്സ് ഗാലറിയിലൊക്കെ പോകുമ്പോൾ അവിടെ ഹൊറിസോണ്ടൽ ആയിട്ടാണ് സീറ്റിംഗ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ മതി. ഇൻഫിൽട്രേഷൻ ഗാലറി എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ടണൽ ഓർ ഹൊറിസോണ്ടൽ വെൽ എന്ന് ആലോചിച്ച് വെക്കുക. അതായത് ഷാലോ ഡെപ്തിൽ റിവറിന്റെ ബാങ്ക്സിൽ അലോങ് ദ ബാങ്ക് ഓഫ് ദ റിവർ നമ്മളൊരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്, ഒരു ടണലാണ് ഇൻഫിൽട്രേഷൻ ഗാലറീസ്. അതിന്റെ ബൗണ്ടറിയുടെ പ്രത്യേകത എന്താണ്? പെർമിയബിൾ ബൗണ്ടറി ആണ്. എന്തിനാണ് നമ്മൾ പെർമിയബിൾ ബൗണ്ടറി കൊടുക്കുന്നത്? ഇൻഫിൽട്രേഷൻ ഗാലറിയിലേക്ക് വാട്ടർ ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെർമിയബിൾ ബൗണ്ടറീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ വേറൊരു പേരാണ് ഹൊറിസോണ്ടൽ വെൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഇൻഫിൽട്രേഷൻ ഗാലറീസ് ക്ലിയർ ആയി. നെക്സ്റ്റ് വൺ ഇൻഫിൽട്രേഷൻ വെൽസ്. ഇൻഫിൽട്രേഷൻ വെൽസും ചെറിയ ഡെപ്തിലുള്ള വെല്ല് തന്നെയാണ്. റിവേഴ്സിന്റെ ബാങ്ക്സിൽ സീരീസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന വെല്ലായിരിക്കും. റെയിനി സീസണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാട്ടർ സീപ്പ് ചെയ്യും, ബാങ്കിന്റെ ബാങ്കിൽ വാട്ടർ സീപ്പ് ചെയ്ത് പോകും. അപ്പൊ അങ്ങനെ വാട്ടർ സീപ്പ് ചെയ്യുന്നതിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെയിനി സീസണിൽ ഇൻഫിൽട്രേഷൻ വെൽസ് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഡ്രൈ സീസണിലാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് വാട്ടറിനെ എടുക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഇൻഫിൽട്രേഷൻ വെല്ല് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതായത് റെയിനി സീസണിൽ ബാങ്ക് ഓഫ് ദ റിവറിൽ സീപ്പ് ചെയ്യുന്ന വാട്ടറിനെ കളക്ട് ചെയ്യാനും, ഡ്രൈ സീസൺ അതായത് സമ്മർ സീസണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് വാട്ടറിനെ ഡ്രോ ചെയ്യാനുമാണ് നമ്മൾ ഇൻഫിൽട്രേഷൻ വെൽസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഹൊറിസോണ്ടൽ, ഇറ്റ് ഈസ് വെർട്ടിക്കൽ. ഓക്കെ, ഇതിനെ നമ്മൾ വേറൊരു പേരും പറയും, റെയിനി വെൽസ് എന്ന് പറയാറുണ്ട്, വെർട്ടിക്കൽ വെൽസ് എന്നും പറയാറുണ്ട്. അതുകൊണ്ട് ആലോചിക്കുക, ഇൻഫിൽട്രേഷൻ ഗാലറി എപ്പോഴും ഹൊറിസോണ്ടൽ ആയിരിക്കും. ഹൊറിസോണ്ടൽ എന്നുള്ള ടേം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പറയാം ഇൻഫിൽട്രേഷൻ ഗാലറി എന്ന്. ആൻഡ് ഇൻഫിൽട്രേഷൻ വെൽ എന്ന് പറയുന്നത് വെർട്ടിക്കൽ വെൽസ് ആണ്. ഓക്കെ, ഇനി എല്ലാ ഇൻഫിൽട്രേഷൻ വെൽസിനെയും കണക്ട് ചെയ്ത ഒരു പൈപ്പ് ഒരു കളക്ടിങ് സമ്പ് വെല്ലിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു കളക്ടിങ് സമ്പ് വെല്ലിനെയാണ് പറയുന്നത് ജാക്ക് വെൽ എന്ന്. അതായത് വേരിയസ് ഇൻഫിൽട്രേഷൻ വെൽസ് ആർ കണക്റ്റഡ് ബൈ പൈപ്സ് ടു എ കളക്ടിങ് സമ്പ് വെൽ. ദാറ്റ് കളക്ടിങ് സമ്പ് വെൽ ഈസ് നോൺ ആസ് ജാക്ക് വെൽ. ക്ലിയർ? മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്, നോർമൽ വെൽ. നോർമൽ വെൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈപ്പ് വെല്ലുണ്ട്. നമുക്കറിയാവുന്ന ഷാലോ വെൽസ്, ഡീപ്പ് വെൽസ്, അതായത് അക്കോർഡിംഗ് ടു ദ അക്വിഫർ ടാപ്ഡ് ഷാലോ വെൽസ്, ഡീപ്പ് വെൽസ് അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക്. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് ഗ്രാവിറ്റി വെൽസ് ആൻഡ് പ്രഷർ വെൽസ്. പ്രഷർ വെൽസിന്റെ വേറൊരു പേരാണ് ആർട്ടീഷ്യൻ വെൽസ് എന്ന് പറയുന്നത്. അത് അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻ ഓഫ് ഫ്ലോ, ഗ്രാവിറ്റി ആണോ അല്ല പ്രഷറിലാണോ അണ്ടർ പ്രഷറിലാണോ ആ വെള്ളം എടുക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് അത് ആ ഒരു പർട്ടിക്കുലർ ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ. ഡഗ് വെൽസിന്റെ വേറൊരു പേരാണ് ഓപ്പൺ വെൽസ് എന്നിട്ട്, അല്ലെങ്കിൽ പെർക്കുലേഷൻ വെൽസ് എന്നൊക്കെ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ഓപ്പൺ വെൽസ് ഓർ ഡഗ് വെൽസ്. ഓക്കെ, അപ്പോൾ ഓപ്പൺ വെൽസ് ഉണ്ട്, സങ്ക് വെൽസ് ഉണ്ട്, ഡ്രിവൻ വെൽസ് ആൻഡ് ട്യൂബ് വെൽസ്. അപ്പോൾ നിങ്ങൾ ഈ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെ ടൈപ്സ് ആണ് വെൽസ് ഉള്ളതെന്നുള്ളതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആക്ച്വലി വെൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ ഹോൾ ഡഗ് ഔട്ട് ഓർ ഡ്രിൽഡ് ഇൻ ടു ദ ഗ്രൗണ്ട് ടു ഗെറ്റ് സർഫസ് ഓർ ഗ്രൗണ്ട് വാട്ടർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെർട്ടിക്കൽ ഹോൾ, അതായത് ഗ്രൗണ്ടിലേക്ക് വെർട്ടിക്കൽ ഹോൾ ഡഗ് ചെയ്യുന്നതിനാണ് വെൽസ് എന്ന് പറയുന്നത്. സിലിണ്ട്രിക്കൽ ഓപ്പണിംഗ് ആയിരിക്കും വിച്ച് എക്സ്റ്റെൻഡ്സ് ഫ്രം ദ സർഫസ് ഓഫ് ഗ്രൗണ്ട് ഡൗൺ ടു ദ വാട്ടർ ബിയറിംഗ് ഫോർമേഷൻ. അതായത് അക്യുഫർ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ അക്യുഫറിൽ തൊട്ട് സർഫസ് ഓഫ് ദ ഗ്രൗണ്ട് വരെ ആയിരിക്കും ഈ പർട്ടിക്കുലർ വെൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ക്ലിയർ?
ഇനി അടുത്തൊരു സോഴ്സാണ് സബ് സർഫസ് സോഴ്സാണ് സ്പ്രിങ്സ് എന്ന് പറയുന്നത്. സ്പ്രിങ്സിന് വേറൊരു പേരിൽ നമ്മൾ പറയാറുണ്ട് ഔട്ട് ക്രോപ്പിംഗ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ എന്നും കൂടി പറയാറുണ്ട്. ആക്ച്വലി സ്പ്രിങ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ ഔട്ട്ഫ്ലോ ഓഫ് ഗ്രൗണ്ട് വാട്ടർ വിച്ച് അപ്പിയേഴ്സ് അറ്റ് ദ ഗ്രൗണ്ട് സർഫസ് ആസ് എ കറന്റ് ഓർ സ്ട്രീം ഓഫ് ഫ്ലോയിങ് വാട്ടർ. അതായത് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വാട്ടർ ടേബിൾ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു പോർഷനിൽ വാട്ടർ ടേബിൾ കട്ടായിട്ട് അവിടെ ഒരു എന്താ പറയുക ഒരു എക്സ്പോഷർ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് അറ്റ്മോസ്ഫിയറുമായിട്ടൊരു കോൺടാക്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്, അതായത് വാട്ടർ ടേബിൾ എക്സ്പോസ് ടു ഗ്രൗണ്ട്, വാട്ടർ ടേബിൾ എക്സ്പോസ് ടു ദ അറ്റ്മോസ്ഫിയർ, അങ്ങനെയുള്ള കേസിലാണെന്നുണ്ടെങ്കിൽ ആ വാട്ടർ ടേബിളിൻ്റെ അവിടെയുള്ള വാട്ടർ ഇങ്ങനെ സ്പ്രിങ് പോലെ അല്ലെങ്കിൽ സ്ട്രീം പോലെ അല്ലെങ്കിൽ ഒരു കറണ്ട് പോലെ ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ സ്പ്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഡിസ്ചാർജസ് ഹോട്ട് വാട്ടർ. എന്തുകൊണ്ടാണ് ഹോട്ട് വാട്ടർ ഡിസ്ചാർജ് ചെയ്യുന്നത്? സൾഫറിന്റെ പ്രസൻസ് കാരണം കൊണ്ടാണ് ഹോട്ട് വാട്ടർ ഡിസ്ചാർജ് ചെയ്യുന്നത്. മെജർ കണ്ടന്റും സൾഫർ തന്നെയായിരിക്കും. ഇനി സ്പ്രിങ്ങിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ടൈപ്സ് ഉണ്ട്. ഗ്രാവിറ്റി സ്പ്രിങ്സ് ആൻഡ് ആർട്ടിഷ്യൻ സ്പ്രിങ്. ആർട്ടിഷ്യൻ സ്പ്രിങ്ങിന്റെ വേറൊരു പേരാണ് ഡീപ് സീറ്റഡ് സ്പ്രിങ് എന്ന് പറയുന്നത്. ഗ്രാവിറ്റി സ്പ്രിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് ഡ്യൂ ടു എക്സ്പോസ്ഡ് വാട്ടർ ടേബിൾ, അതായത് വാട്ടർ ടേബിൾ അറ്റ്മോസ്ഫിയറുമായിട്ട് എക്സ്പോസ് ചെയ്യുന്നത് കാരണമാണ് ഗ്രാവിറ്റി സ്പ്രിങ് ഫോം ചെയ്യുന്നത്. അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. സർഫസ് സ്പ്രിങ് അല്ലെങ്കിൽ സർഫസ് സ്പ്രിങ്ങും ഉണ്ട്, ഷാലോ സ്പ്രിങ്ങും ഉണ്ട്. ഓക്കെ, സർഫസ് സ്പ്രിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് ഫോം ഡ്യൂ ടു ദ അക്വിഫർ ഈസ് എക്സ്പോസ്ഡ് ഇൻ എ വാലി അഗെയിൻസ്റ്റ് വെർട്ടിക്കൽ കട്ട്. ആൻഡ് ഷാലോ സ്പ്രിങ് ആണെന്നുണ്ടെങ്കിൽ വാട്ടർ കളക്റ്റഡ് ബൈ ഫോമിംഗ് റിസർവോയർ. അത്രയേ ഉള്ളൂ, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റി സ്പ്രിങ്ങിന്റെ രണ്ട് ടൈപ്പാണ് സർഫസ് സ്പ്രിങ്ങും ഷാലോ സ്പ്രിങ്ങും എന്ന് പറയുന്നത്. അക്വിഫർ വാലിയിൽ എക്സ്പോസ് ചെയ്തിരിക്കുന്നതിനെയാണ് സർഫസ് സ്പ്രിങ്, അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു സ്പ്രിങ്ങിനെയാണ് സർഫസ് സ്പ്രിങ് എന്നും, പിന്നെ റിസർവോയറിൽ നിന്നുള്ള വാട്ടർ കളക്ട് ചെയ്യുന്നതിനെയാണ് ഷാലോ സ്പ്രിങ് എന്നും കൂടി പറയുന്നത്. ഓക്കെ, ഇനി ഗ്രാവിറ്റി സ്പ്രിങ് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് ആർട്ടിഷ്യൻ സ്പ്രിങ് ഓർ ഡീപ് സീറ്റഡ് സ്പ്രിങ്, which is water flows out automatically through two impervious strata. ഇപ്പോൾ രണ്ട് impervious stratums ഉണ്ട് എങ്കിൽ impervious stratumത്തിനിടയിൽ കൂടെ പോകുന്ന ആ ഒരു പർട്ടിക്കുലർ ലെയർ അല്ലെങ്കിൽ ആ ഒരു വാട്ടർ എന്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും? പ്രഷർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അണ്ടർ പ്രഷറിലുള്ള ആ ഒരു പ്രഷറിൽ വാട്ടർ ഓട്ടോമാറ്റിക്കലി ഫ്ലോസ് ഔട്ട് ചെയ്യുന്നതിനെയാണ് ആർട്ടീഷ്യൻ സ്പ്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് വാട്ടർ ബിയറിംഗ് സ്ട്രാറ്റം ബീങ് അണ്ടർ പ്രഷർ. ആർട്ടീഷ്യൻ എന്ന് പറയുമ്പോൾ പ്രഷർ എന്നുള്ള ടേം ഓർത്ത് വെക്കുക. ഓക്കെ, അതിൻ്റെ ഒരു വേറൊരു പേരാണ് ഡീപ് സീറ്റഡ് സ്പ്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പ്രിങ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ നാച്ചുറൽ ഔട്ട്ഫ്ലോ ഓഫ് ഗ്രൗണ്ട് വാട്ടർ വിച്ച് അപ്പിയേഴ്സ് അറ്റ് ദ ഗ്രൗണ്ട് സർഫസ് ആസ് എ സ്പ്രിങ് ഓർ കറണ്ട് ഓർ സ്ട്രീം ഓഫ് ഫ്ലോയിങ് വാട്ടർ. ഓക്കെ, രണ്ട് ടൈപ്പ് ഗ്രാവിറ്റി സ്പ്രിങ് ഉണ്ട്, ആർട്ടീഷ്യൻ സ്പ്രിങ് ഉണ്ട്. ആർട്ടീഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രഷർ എന്ന് ആലോചിക്കുക. ദാറ്റ് ഈസ് ദാറ്റ് വാട്ടർ ബിയറിംഗ് സ്ട്രാറ്റം ബീങ് അണ്ടർ പ്രഷർ. ക്ലിയർ? ഓക്കെ, അപ്പോൾ സ്പ്രിങ് കഴിഞ്ഞു. ഇനി അടുത്തൊരു കാര്യമാണ് സബ് സർഫസ് സോഴ്സസ് ഓഫ് വാട്ടറിൽ വരുന്നതാണ് ഇൻടേക്സ് എന്ന് പറയുന്നത്. സർഫസ് വാട്ടർ സോഴ്സിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറിനെയാണ് ഇൻടേക്സ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു പർട്ടിക്കുലർ സോഴ്സിൽ നിന്നും വാട്ടർ വിത്ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പണിയുന്ന ഒരു സ്ട്രക്ചറാണ് ഇൻടേക്ക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ടു പെർമിറ്റ് വിത്ഡ്രോവൽ ഓഫ് വാട്ടർ ഫ്രം ദിസ് സോഴ്സ് ആൻഡ് ഡിസ്ചാർജ് ഇറ്റ് ഇൻ ടു ആൻ ഇൻടേക്ക് കോൺഡ്യൂട്ട് ടു ദ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക്, അതായത് നമ്മളിപ്പോൾ ഒരു സോഴ്സിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് വാട്ടറിനെ വാട്ടറിനെ കടത്തിവിടാൻ വേണ്ടിയിട്ട് അവിടുന്ന് വാട്ടറിനെ വിത്ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് സോഴ്സിൽ നിന്നും വാട്ടറിനെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിലേക്ക് കടത്തിവിടുന്ന കോൺഡ്യൂട്ട്സ് അല്ലെങ്കിൽ പൈപ്പ് ഉണ്ടാവില്ലേ, ആ പൈപ്പിലേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ട് പണിയുന്ന സ്ട്രക്ചറിനെയാണ് ഇൻടേക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത് നമ്മൾ പണിയുന്നതാണ് കേട്ടോ. ഇനി അടുത്തൊരു ടേം എന്ന് പറയുന്നത് ഡിസൈൻ പീരീഡ് എന്നാണ്. ഡിസൈൻ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ സപ്ലൈ സ്കീമിൽ ഇപ്പോൾ എത്ര കാലത്തേക്കാണോ പണിയുന്നത്, അതായത് ഒരു റീസണബിൾ ഫ്യൂച്ചർ പോയിന്റിനെയാണ് ഡിസൈൻ പീരീഡ് എന്ന് പറയുന്നത്. ഇത്രയും വർഷത്തേക്കായിരിക്കും ചിലപ്പം വാട്ടർ സപ്ലൈ സ്കീം ഡിസൈൻ ചെയ്യുന്നത്. അതായത് അതിൻ്റെ ഡിസൈൻ പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റീസണബിൾ ഫ്യൂച്ചർ പോയിന്റ് ഫോർ വിച്ച് പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഇൻ വാട്ടർ സപ്ലൈ സ്കീം. ജനറലി വാട്ടർ സപ്ലൈ സ്കീമിന് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഡിസൈൻ പീരീഡ് എന്ന് പറയുന്നത് 20 to 30 ഇയേഴ്സ് ആണ്. അതായത് അത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഓവർസിയറിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഡിസൈൻ പീരീഡ് ഫോർ വാട്ടർ സപ്ലൈ സ്കീം എന്ന് പറയുന്നത് 20 to 30 ഇയേഴ്സ് ആണ്. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതിൽ സ്പെസിഫിക് ആയിട്ട് ഡാംസിൻ്റെ, മെയിൻ കൺവേയിങ് പൈപ്പിൻ്റെ അങ്ങനെയൊക്കെ ഡിസൈൻ പീരീഡ് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ പഠിക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ പഠിച്ചു വയ്ക്കുക. ഡാമിന് ഡിസൈൻ പീരീഡ് വന്നിരിക്കുന്നത് 50 ഇയേഴ്സ് ആണ്. ഏറ്റവും കൂടുതൽ ഡിസൈൻ പീരീഡ് വരുന്നത് ഡാംസിനാണ്. ദാറ്റ് ഈസ് 50 ഇയേഴ്സ്. പിന്നെ മെയിൻ കൺവേയിങ് പൈപ്പിനും പിന്നെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനും 30 ഇയേഴ്സ് ആയിരിക്കും ഡിസൈൻ പീരീഡ്. നെക്സ്റ്റ് വന്നിട്ട് വാട്ടർ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സ്, പമ്പ്സ്, സർവീസ് റിസർവോയർസ് എക്സെട്ര, അതിന് 15 വർഷമായിരിക്കും ഡിസൈൻ പീരീഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. വളരെ സിമ്പിളാണ് ഇത് പഠിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് മാർക്ക് എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് നമ്മളിപ്പോൾ വാട്ടർ സോഴ്സസ് പഠിച്ചു. ഇനി പഠിക്കുന്നത് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഓർ ഡിമാൻഡ്. അതാണ് പഠിക്കുന്നത്. ഡിമാൻഡ് എന്താണ്?
വേരിയസ് പർപ്പസസിന് വേണ്ടിയിട്ട് ഒരു സിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു ടൗണിലേക്ക് ആവശ്യമായിട്ടുള്ള ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിനെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ആക്ച്വലി റേറ്റ് ഓഫ് ഡിമാൻഡ് എക്സ്പ്രസ് ചെയ്യുന്നത് എപ്പോഴും LPCD ഓർ LPHD, ദാറ്റ് ഈസ് LPCD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ, ഓർ LPHD എന്ന് പറയുന്നത് ലിറ്റേഴ്സ് പെർ ഹെഡ് പെർ ഡേ. അതായത് പെർ ഡേയിൽ ഒരാൾക്ക് എത്ര ലിറ്റർ വെള്ളം വേണം എന്നുള്ളതിൻ്റെ ആ ഒരു കണക്കിനാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡിനെ കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് മെയിൻ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന, അതായത് ഒരു വാട്ടർ സപ്ലൈ സ്കീമിൽ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന ആ സിറ്റിയിലുള്ള പ്രോബബിൾ പോപ്പുലേഷൻ എത്രയാണ് എന്നുള്ളതാണ് ഒരു ഫാക്ടർ, ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ പ്രോബബിൾ പോപ്പുലേഷൻ എസ്റ്റിമേറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡിസൈൻ പീരീഡ്. ഓക്കെ, അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരാൾ എത്ര വാട്ടർ കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് ഫാക്ടർ ഓഫ് അഫക്റ്റിംഗ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ്, ഒന്ന് പോപ്പുലേഷൻ, ഒന്ന് റേറ്റ് ഓഫ് വാട്ടർ കൺസ്യൂംഡ് പെർ ക്യാപിറ്റ പെർ ഡേ. ഈ ക്യാപിറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ എന്നുള്ള കണക്കിനാണ് കേട്ടോ, ഒരാളുടെ എന്നുള്ള ഒരു അർത്ഥം വരുന്ന രീതിയിലാണ് ഈ ക്യാപിറ്റ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പെർ ക്യാപിറ്റ ഡിമാൻഡ് എന്താണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ റിക്വയർഡ് പെർ പേഴ്സൺ പെർ ഏരിയ പെർ ഡേ ത്രൂ ഔട്ട് ദ ഇയർ ഇൻ എ സിറ്റി ഓർ ടൗൺ. പെർ ക്യാപിറ്റ ഡിമാൻഡ് ഈക്വൽ ടു total yearly water requirement to the city in liters divided by 365 into design population. ആ ഒരു പർട്ടിക്കുലർ സിറ്റിയുടെ ഡിസൈൻ പോപ്പുലേഷൻ എത്രയാണ് എന്നുള്ളതും അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിമാൻഡ് കിട്ടും. ഇനി ഈ ഒരു ഡിമാൻഡിൽ നമുക്ക് വേരിയേഷൻസ് ഉണ്ടാവാം. അത് മാക്സിമം ഡെയിലി കൺസംഷൻ എന്ന് പറയുന്നത് ആവറേജ് ഡെയിലി ഡിമാൻഡിന്റെ 1.8 ടൈംസ് ആയിരിക്കും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി മാക്സിമം ഹവർലി കൺസംഷൻ എന്ന് പറയുന്നത് 1.5 ടൈംസ് ദ ആവറേജ് ഹവർലി ഡിമാൻഡ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഫയർ ഡിമാൻഡ് എന്താണെന്ന് നോക്കാം. നമ്മൾ പെർ ക്യാപിറ്റ ഡിമാൻഡ് നോക്കി, ഇനി ഫയർ ഡിമാൻഡ് എന്താണെന്ന് നോക്കാം. അതായത് ഫയർ, ഇപ്പം എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ ഫയേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആവശ്യമാണ് എന്നുള്ളത് പറയുന്നതാണ് ഫയർ ഡിമാൻഡിൽ. അതായത് ടോട്ടൽ ഡിമാൻഡിന്റെ 5 to 10% കൂടാൻ പാടില്ല എന്നാണ് ഒരു സ്റ്റാൻഡേർഡ് പറയുന്നത്. ഓക്കെ, ടോട്ടൽ ഡിമാൻഡ്, അതായത് ഒരു സിറ്റിയുടെ ടോട്ടൽ ഡിമാൻഡിന്റെ 5 to 10% കൂടുതൽ ഒരിക്കലും ഫയർ ഡിമാൻഡ് ആവാൻ പാടില്ല. ഫയർ ഡിമാൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറേ എംപിരിക്കൽ ഫോർമുലാസ് ഉണ്ട്. 5 എംപിരിക്കൽ ഫോർമുലാസ് ആണുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോർമുലാസ് മാത്രം നോട്ട് ചെയ്ത് വെക്കുക. പ്രോബ്ലംസ് ആയിട്ടൊന്നും ഒരിക്കലും ചോദിക്കുന്നു എനിക്ക് തോന്നില്ല, പക്ഷെ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഇക്വേഷൻസും ടേമും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് നാഷണൽ ബോർഡ് ഓഫ് ഫയേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ഫോർമുല പറയുന്ന ഇക്വേഷൻ ആണ്, എംപിരിക്കൽ ഫോർമുലയാണ്. Q ഈക്വൽ ടു 4637√P ഇൻറ്റു 1 - 0.01 ഇൻറ്റു √P. അപ്പോൾ ഈ ഇക്വേഷൻസ് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പറയാൻ. ഇതിനൊരു ഷോർട്ട് കട്ടൊന്നും എനിക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് നാഷണൽ ബോർഡ് ഓഫ് ഫയേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ഫോർമുല, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫ്രീമാൻസ് ഫോർമുല, തേർഡ് വൺ ഈസ് കുച്ച്ലിങ്സ് ഫോർമുല, fourth one is Buston's formula, and last one is Burton's formula. Burton's formula, Buston's formula and Kuchling's formula ഏകദേശം സിമിലർ ആണ്. വൺ ഈസ് ബർട്ടൺസ് ഫോർമുല എന്ന് പറയുന്നത് 900√P ആൻഡ് ബസ്റ്റൺസ് ഫോർമുല 5663 ആൻഡ് കുച്ച്ലിങ്സ് ഫോർമുല എന്ന് പറയുന്നത് 3182√P. അപ്പോൾ ഇതൊക്കെ ബൈ ഹാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ Q എന്ന് പറയുന്നത് ഫയർ ഡിമാൻഡ് ആണ്, അതായത് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ ലിറ്റേഴ്സ് പെർ മിനിറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിന്റെ യൂണിറ്റ് ആണ്, ഇത് എംപിരിക്കൽ ഫോർമുലയാണ്, അതുകൊണ്ട് യൂണിറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇനി P എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഇൻ തൗസൻഡ്സിലുള്ള പോപ്പുലേഷൻ ആണ് P എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫയർ ഡിമാൻഡിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഫയർ ഡിമാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫയറിനെ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ഓഫ് വാട്ടർ വേണം, എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേണം എന്നുള്ളതിനെ പറയുന്നതാണ്. ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 5 to 10% ഓഫ് ദ ടോട്ടൽ ഡിമാൻഡ് ഓഫ് ദ സിറ്റി. പിന്നെ ഈ 5 ഫോർമുലാസും പഠിച്ചു വെക്കുക. പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഫോർമുലാസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അടുത്തത് വേരിയസ് ടൈപ്സ്, അതായത് IS കോഡ് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. IS 1172 1993 ലോ ഇൻകം ഗ്രൂപ്പിൽ, അതായത് വിതൗട്ട് ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റം, അതായത് നോർമൽ ഹ്യൂമൻസിനുള്ള എന്താണ് പറയുക കൺസംഷൻ സ്റ്റാൻഡേർഡും പിന്നെ ഹൈ ഇൻകം ഗ്രൂപ്പിനുള്ള കൺസംഷൻ സ്റ്റാൻഡേർഡും ആണ് വാട്ടറിൻ്റെ. അപ്പോൾ ഡൊമസ്റ്റിക് പർപ്പസിന് ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഡൊമസ്റ്റിക് പർപ്പസിന് ലോ ഇൻകം ഗ്രൂപ്പിൻ്റെ ഡൊമസ്റ്റിക് പർപ്പസിന് 135 LPCD കൺസംഷനാണ് വേണ്ടത്, അതായത് അതാണ് അവരുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇൻഡസ്ട്രിയൽ, കൊമേഴ്ഷ്യൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഫയർ ഡിമാൻഡ് ഇൻക്ലൂഡ് ചെയ്തിട്ട് 70 LPCDയും പബ്ലിക്കിന് 10 LPCD ആൻഡ് ലോസസ് ആൻഡ് തെഫ്റ്റിന് 55 LPCD കൊടുക്കണം. അങ്ങനെ ടോട്ടൽ ലോ ഇൻകം ഗ്രൂപ്പ്, അതായത് വിതൗട്ട് ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റം, ടോട്ടൽ ഡിമാൻഡ് എന്ന് പറയുന്നത് 270 LPCD ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ പഠിക്കേണ്ട പോയിന്റ് ഡൊമസ്റ്റിക്കിൽ ലോ ഇൻകം ഗ്രൂപ്പിന് എത്ര വരുന്നു എന്നുള്ളത് പഠിച്ചു നോക്കുക. 135 LPCD ആൻഡ് ടോട്ടൽ എത്ര വരുന്നു 270 LPCD. ഓക്കെ, അതേപോലെ തന്നെയാണ് ഹൈ ഇൻകം ഗ്രൂപ്പിലും. വ്യത്യാസം
ഡൊമസ്റ്റിക്കിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയുള്ളതൊക്കെ സിമിലർ ആണ്. അതേപോലെ ടോട്ടൽ വരുമ്പോൾ ഡൊമസ്റ്റിക്കിൻ്റെയും കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ 335 LPCD ആയിരിക്കും ടോട്ടൽ ഡിമാൻഡ് വരുന്നത്. ഡൊമസ്റ്റിക്കിന് 200 LPCD ആണ്. നേരത്തെ വന്നിരിക്കുന്നത് 135 LPCD. അപ്പോൾ ഇവിടെ ഹൈ ഇൻകം ഗ്രൂപ്പിന് വന്നിരിക്കുന്നത് 200 LPCD. ബാക്കിയൊക്കെ 70, 10 ആൻഡ് 55 സിമിലർ ആണ് വിത്ത് ലോ ഇൻകം ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ബൈ ഹാർട്ടിൽ ചെയ്ത് പഠിക്കുക കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സിലേക്കാണ്. നമുക്ക് ഒരു 6 മെത്തേഡ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ള 6 മെത്തേഡാണ്. അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ്, ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ്, ഇൻക്രിമെന്റൽ ഇൻക്രീസ് മെത്തേഡ്, ഡിക്രീസിംഗ് റേറ്റ് മെത്തേഡ്, സിമ്പിൾ ഗ്രാഫിക്കൽ മെത്തേഡ്, കമ്പാരിറ്റീവ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഇങ്ങനെ പിന്നെ ഒരു മാസ്റ്റർ പ്ലാൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വലിയ ആവശ്യമില്ലാത്തതാണ്, അതുകൊണ്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ വിത്ത് ടൈം, അതായത് ഓരോ 10 വർഷം കൂടുമ്പോഴുള്ള പോപ്പുലേഷന്റെ ചേഞ്ച് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയുള്ള സമയത്ത് മാത്രമേ, അങ്ങനെയുള്ള സിറ്റീസിൽ മാത്രമേ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡിൽ പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഓരോ 10 വർഷം കൂടുമ്പോഴും ആ ഒരു പർട്ടിക്കുലർ സിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടാണ്. ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ബി കോൺസ്റ്റന്റ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഓൾഡ് ആൻഡ് ലാർജ് സിറ്റീസ് വിച്ച് ഓൾറെഡി റീച്ച്ഡ് ഇറ്റ് സാച്ചുറേഷൻ, അതായത് ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്തും ഇല്ലാണ്ടിരിക്കുന്ന, അതായത് ഓൾറെഡി അത് ഡെവലപ്പ് ചെയ്ത് മാക്സിമം ഡെവലപ്മെന്റിൽ ആ സിറ്റി എത്തി, വിച്ച് ഇസ് ലാർജ് സിറ്റി ആൻഡ് വിച്ച് ഇസ് ഓൾഡസ്റ്റ് ടു. അങ്ങനെയുള്ള സിറ്റിയിലെ പിന്നീടുള്ള എന്താണ് പറയുക, പോപ്പുലേഷൻ ഇൻക്രീസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഒരുപാട് റാപ്പിഡ് ആയിട്ടുള്ള ഇൻക്രീസ് ഒന്നും ഉണ്ടാവില്ല. അത് നോർമൽ ആയിട്ടുള്ള ഒരു ഇൻക്രീസേ ഉണ്ടാവുള്ളൂ. അതായത് കോൺസ്റ്റന്റ് ഇൻക്രീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കേസിലാണ് അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് റാപ്പിഡ്ലി ഗ്രോയിങ് സിറ്റീസിൽ നമ്മൾ പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് ഒന്നും കിട്ടില്ല. അപ്പോൾ ലോ റിസൾട്ട് ഓൺ റാപ്പിഡ്ലി ഗ്രോയിങ് സിറ്റീസ്. പിന്നെ ഇതിനൊരു ഫോർമുലയുണ്ട്. പ്രോബ്ലംസ് ഒന്നും ചോദിച്ചിട്ട് കണ്ടിട്ടില്ല ഇതുവരെ, പക്ഷേ എന്നാലും നിങ്ങൾ ഫോർമുല ഒന്ന് നോക്കി വെക്കുക. Pn equal to P plus NX. ഇവിടെ Pn എന്ന് പറയുന്നത് nth ഡിക്കേഡ്, n ഡിക്കേഡ്സ് കഴിഞ്ഞിട്ടുള്ള പോപ്പുലേഷൻ എത്രയാണ് എന്നുള്ളതാണ്. പി എന്ന് പറയുന്നത് പ്രസന്റ് പോപ്പുലേഷൻ, ഇപ്പം എത്ര പോപ്പുലേഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിക്കേഡ്സ് ആണ്, എത്ര 10 വർഷം കൂടുമ്പോഴുള്ള കണക്കാണ് നോക്കണേ എന്നുള്ളതനുസരിച്ചിട്ട്. ഓക്കെ, ആൻഡ് എക്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം, അല്ലെങ്കിൽ ആവറേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ പെർ ഡിക്കേഡ്. ഓരോ 10 വർഷത്തേക്കുള്ള ആവറേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആണ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്തത് ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ്. നേരത്തെ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ വിത്ത് ടൈം ആണ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞതെങ്കിൽ, ഈ ഒരു കേസിൽ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ വിത്ത് ടൈം, ഓരോ ഡിക്കേഡിലും, അതായത് ഓരോ ഡിക്കേഡിലും ഇൻക്രീസ് ആവുന്ന പോപ്പുലേഷന്റെ പെർസെൻറ്റേജ് ആണ് ഈ ഒരു കേസിൽ നമ്മൾ കോൺസ്റ്റന്റ് ആക്കിയിട്ട് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡിൽ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജോമെട്രിക്കൽ പ്രോഗ്രഷൻ പോലെ തന്നെയാണ് ഇത്. ഇവിടെയും ഹയർ വാല്യൂസ് ആയിരിക്കും തരിക. അപ്പോൾ ഹയർ വാല്യൂസ് തരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾഡസ്റ്റ് സിറ്റീസിലൊന്നും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ സിറ്റിയിൽ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹയർ വാല്യൂസ് ആയിരിക്കും കിട്ടുക. അതുകൊണ്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴും യങ് ആൻഡ് റാപ്പിഡ്ലി ഗ്രോയിങ് സിറ്റീസിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് എ ന്യൂ ഇൻഡസ്ട്രിയൽ ടൗൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഡെവലപ്മെന്റ് ഫോർ ഓൺലി ഫ്യൂ ഡിക്കേഡ്സ് ആയിരിക്കണം നമ്മളിത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. പി എൻ ഈക്വൽ ടു പി ഇൻറ്റു 1 + R/100 ഹോൾ റേസ് ടു n എന്ന് പറയുന്നത്. പി n ഡിക്കേഡ്സ് കഴിഞ്ഞിട്ടുള്ള പോപ്പുലേഷനും പി എന്ന് പറയുന്നത് പ്രസന്റ് പോപ്പുലേഷനുമാണ്. ഇവിടെ ആർ എന്ന് പറയുന്നത് ആവറേജ് ഗ്രോത്ത് റേറ്റ് ആണ്, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിക്കേഡ്സ് ആണ്. ഓക്കെ, അടുത്തത് ഇൻക്രിമെന്റൽ ഇൻക്രീസ് മെത്തേഡ്. ഇൻക്രിമെന്റൽ ഇൻക്രീസ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരിത്തമെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ആയിട്ട് വരും. ആക്ച്വലി ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആവറേജ് സൈസ് ടൗൺ അണ്ടർ നോർമൽ കണ്ടീഷൻസ്, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ടൗണിനാണ് ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതായത് അവിടെ എങ്ങനെയാണ് അതിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻക്രീസിങ് ഓർഡറിലായിരിക്കും ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ആൻ ആവറേജ് സൈസ് ടൗൺ അണ്ടർ നോർമൽ കണ്ടീഷൻ വേർ ദ ഗ്രോത്ത് റേറ്റ് ഈസ് ഫൗണ്ട് ടു ബി ഇൻ ഇൻക്രീസിങ് ഓർഡർ. ഓക്കെ, ഇനി നമ്മൾ ഫ്യൂച്ചർ പോപ്പുലേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. നമ്മൾ ആദ്യം ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിത്തമെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡിൽ നമ്മൾ കണ്ടുപിടിച്ചതുപോലെ P + NX എന്ന് പറയുന്ന ഫോർമുലയിൽ അരിത്തമെറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡിലുള്ള പോപ്പുലേഷൻ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം ഒരു എക്സ്ട്രാ ഇൻക്രിമെൻ്റൽ ഇൻക്രീസും കൂടി, ആവറേജ് ഇൻക്രിമെൻ്റൽ ഇൻക്രീസും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡിൽ ടോട്ടൽ പോപ്പുലേഷൻ, അതായത് ഫ്യൂച്ചർ പോപ്പുലേഷൻ ആണ്, അത് nth ഡിക്കേഡിലുള്ള ഫ്യൂച്ചർ പോപ്പുലേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് Pn ഈക്വൽ ടു P + NX + n × n + 1/2 × y. ഇവിടെ P എന്ന് പറയുന്നത് പ്രസന്റ് പോപ്പുലേഷനും Pn എന്ന് പറയുന്നത് ഫ്യൂച്ചർ പോപ്പുലേഷൻ, ഏത് ഡിക്കേഡിലുള്ള പോപ്പുലേഷൻ ആണോ കണ്ടുപിടിക്കേണ്ടത് അതാണ് Pn. ആൻഡ് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിക്കേഡ്, x എന്ന് പറയുന്നത് ആവറേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആണ്,
ആൻഡ് വൈ എന്ന് പറയുന്ന ടേം ആവറേജ് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡിൽ പറയാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ ലാസ്റ്റ് പോയിന്റ് ഇവിടെ എഴുതിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ആവറേജ് ഇൻക്രീസ് ഓഫ് പോപ്പുലേഷൻ ഈസ് ഫൗണ്ട് ബൈ അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് ആൻഡ് ടു ദീസ് ആഡിങ് ദ ആവറേജ് ഓഫ് നെറ്റ് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ്. അതായത് അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡിൽ പോപ്പുലേഷൻ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു ആവറേജ് നെറ്റ് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ പോപ്പുലേഷൻ ബൈ ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു നോക്കുക. അപ്പോൾ പ്രോബ്ലംസ് ഒന്നും കാര്യമായിട്ട് ചോദിക്കില്ല. ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഏത് സ്യൂട്ടബിൾ ആയിട്ടുള്ള സിറ്റി ഏതാണ്, സിറ്റിയിലാണോ ടൗണിലാണോ എങ്ങനെയാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളെ ഇതിൽ പറയാനുള്ളൂ. ഇനി അടുത്തത് ഡിക്രീസിങ് റേറ്റ് മെത്തേഡാണ്. അതായത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് ലാർജ് ആൻഡ് ഗ്രോൺ അപ്പ് സിറ്റീസിലായിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് അത് ഓൾറെഡി സാച്ചുറേഷൻ എത്തിക്കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ സിറ്റിയിൽ പിന്നീട് ഉണ്ടാകുന്ന ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഡിക്രീസിങ് റേറ്റിലായിരിക്കും. അതായത് ആ ഇൻക്രീസ് എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സിറ്റീസിലാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ റേഷണൽ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ് എഴുതിയിരിക്കുന്നത്? യൂസ്ഡ് ഫോർ ദ സിറ്റീസ് ഹൂസ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഗോസ് ഓൺ റിഡ്യൂസ് ആസ് ദ റീച്ച് സാച്ചുറേഷൻ. സാച്ചുറേഷൻ എത്തുമ്പോഴെന്താണ് നോർമലി ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എപ്പോഴും കുറഞ്ഞു വരും. ആ ഒരു റേറ്റ് കുറഞ്ഞു വരും. പക്ഷേ ഇൻക്രീസ് ഉണ്ടാവും, എന്നിരുന്നാൽ കൂടി അതിന്റെ റേറ്റ് കുറവായിരിക്കും. അങ്ങനെയുള്ള സിറ്റീസിലാണ് ഡിക്രീസിങ് റേറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് സിമ്പിൾ ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഈ ഒരു മെത്തേഡിൽ നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് പ്ലോട്ട് ബിറ്റ്വീൻ ടൈം ആൻഡ് പോപ്പുലേഷൻ ഒരു സ്യൂട്ടബിൾ സ്കെയിലിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ടാവും. ഫ്യൂച്ചർ പോപ്പുലേഷൻ ഏത് ഇയറിലെയാണ് വേണ്ടത് എന്നുള്ളതിനനുസരിച്ച് സ്മൂത്ത്ലി അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ഓൾറെഡി ടൈം പോപ്പുലേഷൻ കർവ് ഉണ്ട്. ആ കർവിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഇയറിലെ പോപ്പുലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് സിമ്പിൾ ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി ശരിക്കും നല്ല ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പക്ഷേ ഇത് അത്രയും അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കില്ല തരുന്നത് താനും. പക്ഷേ അതായത് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും ഇത് തരുന്നത്. The best way of applying this method is to extend the curve by comparing with the population curve of some other similar cities having similar growth conditions. അതായത് നമ്മൾ ആക്ച്വലി ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് വേറെ ഏതെങ്കിലും സിമിലർ സിറ്റുവേഷൻ ഉള്ള സിറ്റീസിലെ കർവ് വെച്ചിട്ട് ഇതിനെ കമ്പയർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി റിസൾട്ട് അക്യുറേറ്റ് ആയിട്ട് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. പ്ലോട്ട് ബിറ്റ്വീൻ ടൈം ആൻഡ് പോപ്പുലേഷൻ, ആ ഒരു പർട്ടിക്കുലർ പ്ലോട്ടിനെയാണ് പറയുന്നത്, ആ ഒരു കർവിനെയാണ് പറയുന്നത് ലോജിസ്റ്റിക് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്കിനി അടുത്തൊരു മെത്തേഡ് ഉണ്ട്, ലോജിസ്റ്റിക്സ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ആ മെത്തേഡ് പറയുമ്പോൾ ക്ലിയർ ആയിട്ട് പറയാം കേട്ടോ. ഇനി അടുത്ത മെത്തേഡ് കമ്പാരിറ്റീവ് ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഇതിൽ നമ്മൾ കമ്പാരിറ്റീവ്, ആ നെയിം പറയുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ ഏത് സിറ്റിയുടെ ആണോ പോപ്പുലേഷൻ കണ്ടുപിടിക്കേണ്ടത് ആ സിറ്റിയുടെ പോപ്പുലേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വേറൊരു സിറ്റിയിൽ പാസ്റ്റിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വേറൊരു സിറ്റിയിലെ പോപ്പുലേഷനുമായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന മെത്തേഡിനെയാണ് കമ്പാരിറ്റീവ് ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ പറയാനുള്ളത് സെൻസസ് പോപ്പുലേഷൻ ഓഫ് ദ സിറ്റീസ് ഓൾറെഡി ഡെവലപ്ഡ് അണ്ടർ സിമിലർ കണ്ടീഷൻസ് ആർ പ്ലോട്ടഡ്. അതായത് നമ്മൾ വേറെ സിറ്റീസിന്റെ പോപ്പുലേഷൻസ് ഓൾറെഡി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കയ്യിലുണ്ട്, അത് പ്ലോട്ട് ചെയ്യും, ടൈം വെച്ചിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യും. പിന്നെ നമ്മൾ ഏത് സിറ്റിയുടെ ആണോ പോപ്പുലേഷൻ കണ്ടുപിടിക്കേണ്ടത് ആ ഒരു പർട്ടിക്കുലർ സിറ്റിയുടെ പാസ്റ്റ് പോപ്പുലേഷൻ കർവും നമ്മൾ പ്ലോട്ട് ചെയ്യും, സെയിം ഗ്രാഫിൽ തന്നെ പ്ലോട്ട് ചെയ്യും. ആൻഡ് ദ കർവ് ഈസ് എക്സ്റ്റെൻഡഡ് കെയർഫുള്ളി ബൈ കമ്പയറിംഗ് വിത്ത് ദ പോപ്പുലേഷൻ കർവ് ഓഫ് സം സിമിലർ സിറ്റീസ് ഹാവിംഗ് ദ സിമിലർ കണ്ടീഷൻ ഓഫ് ദ ഗ്രോത്ത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് സിറ്റീസിന്റെയും കർവ് നമ്മൾ സെയിം ഗ്രാഫിൽ വരച്ചിട്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് രണ്ടിന്റെയും കമ്പാരിസൺ നടത്തിയിട്ട്, അതായത് സിമിലർ കണ്ടീഷൻ ഓഫ് ഗ്രോത്ത് ഉള്ള സിറ്റീസിന്റെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിലെ പോപ്പുലേഷൻ കണ്ടുപിടിക്കുന്നത്. ഈ ഒരു മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസന്റ് പോപ്പുലേഷൻ വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചർ പോപ്പുലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഏതെങ്കിലും പാസ്റ്റ് സെൻസസ് റിപ്പോർട്ട് ഇല്ലെങ്കിൽ കൂടി നമുക്ക് പ്രസന്റ് പോപ്പുലേഷൻ വെച്ചിട്ട് ഫ്യൂച്ചർ പോപ്പുലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന പ്രിസൈസ് ആയിട്ടുള്ള റിസൾട്ട് ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കമ്പാരിറ്റീവ് ഗ്രാഫിക്കൽ മെത്തേഡ്. അതിന് അടുത്തത് ലോജിസ്റ്റിക് കർവ് മെത്തേഡ്. ലോജിസ്റ്റിക് കർവ് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ കർവ് കാണിക്കുന്നില്ല, ഒരു എസ് ഷേപ്പിലുള്ള കർവിനെയാണ് ലോജിസ്റ്റിക് കർവ് എന്ന് പറയുന്നത്. ടൈം വേഴ്സസ് പോപ്പുലേഷൻ ഡെൻസിറ്റിന്റെ കർവിനെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് കർവ് എന്ന് പറയുന്നത്. ലോജിസ്റ്റിക് കർവ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദ ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഡ്യൂ ടു ബർത്ത്, ഡെത്ത്സ് ആൻഡ് മൈഗ്രേഷൻസ് ടേക്സ് പ്ലേസ് അണ്ടർ നോർമൽ സിറ്റുവേഷൻസ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് സബ്ജക്റ്റഡ് ടു എനി എക്സ്ട്രാ ഓർഡിനറി ചേഞ്ചസ് ലൈക്ക് എപ്പിഡമിക്, വാർ, എർത്ത് ക്വേക്ക് ഓർ എനി നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അതായത് ലോജിസ്റ്റിക് കർവ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് നോർമൽ സിറ്റുവേഷൻസിൽ, അതായത് ബർത്ത് സംഭവിക്കുന്നുണ്ട്, ഡെത്ത് സംഭവിക്കുന്നുണ്ട്, മൈഗ്രേഷൻസ് സംഭവിക്കുന്നുണ്ട്, അങ്ങനെ
അങ്ങനെ ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷനിൽ വരുന്ന ചേഞ്ചസ് കാരണം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന പോപ്പുലേഷൻ കണ്ടുപിടിക്കാനാണ് ലോജിസ്റ്റിക് കർവ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് സബ്ജക്റ്റഡ് ടു എനി എക്സ്ട്രാ ഓർഡിനറി ചേഞ്ചസ്. അതായത് എക്സ്ട്രാ ഓർഡിനറി ചേഞ്ചസ് ആയിട്ടുള്ള വാർ, എർത്ത് ക്വേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്, പെട്ടെന്ന് കുറേ പേര് മരിച്ചു പോകും അല്ലേ, അങ്ങനെയുള്ള കാരണങ്ങളൊന്നും കൊണ്ടല്ലാതെ അങ്ങനെയുള്ള കാരണങ്ങളൊന്നും ഇല്ലാണ്ടുള്ള സ്ഥലങ്ങളിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നോർമൽ കണ്ടീഷൻസ്, നോർമൽ സിറ്റുവേഷൻസിലുള്ള ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ലോജിസ്റ്റിക് കർവ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദ പോപ്പുലേഷൻ ഫോളോ ദ ഗ്രോത്ത് കർവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിംഗ് തിങ്സ് വിത്തിൻ ലിമിറ്റഡ് സ്പേസ് ആൻഡ് എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്. ഇതിൽ പറയാനുള്ളത്, ദ പോപ്പുലേഷൻ ഓഫ് എ സിറ്റി ഈസ് പ്ലോട്ടഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ദ കർവ് സോ ഒബ്റ്റെയിൻഡ് അണ്ടർ നോർമൽ കണ്ടീഷൻസ് ലുക്ക് ലൈക്ക് എഫ് ഷേപ്പ് കർവ്. ഇറ്റ് ഈസ് നോൺ ആസ് ലോജിസ്റ്റിക് കർവ്. ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഒരു പർട്ടിക്കുലർ സിറ്റിയിലുള്ള പോപ്പുലേഷനും ഓരോ ടൈമിലുള്ള പോപ്പുലേഷൻ വെച്ച് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണ് നോർമൽ കണ്ടീഷനിൽ. അപ്പോൾ നമുക്ക് കിട്ടുന്ന കർവ് എന്ന് പറയുന്നത് എസ് ഷേപ്ഡ് കർവാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്നത് ലോജിസ്റ്റിക് കർവ് മെത്തേഡ്, ലോജിസ്റ്റിക് കർവ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ഇനി ഇതിലൊന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടി എങ്ങനെ ഈ എസ് ഷേപ്പ് കർവ് കിട്ടുന്നു എന്നുള്ളത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സിറ്റി ഫോം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം പോപ്പുലേഷൻ എന്ന് പറയുന്നതിൻ്റെ റേറ്റ്, ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് സ്ലോ ആയിട്ടായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, സ്ലോ ഗ്രോത്ത് എന്ന് കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ സിറ്റി ഫോം ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഫോം ചെയ്യുന്ന സമയത്ത് സ്ലോ ഗ്രോത്ത് ആയിരിക്കും. ഇനി ഒരു പർട്ടിക്കുലർ ടൈം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഗ്രോത്ത്, അതായത് അവിടെ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു, അങ്ങനെ ഓരോന്നും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആ പർട്ടിക്കുലർ സമയത്ത് അവിടേക്ക് മൈഗ്രേഷൻസ് ഒക്കെ കൂടും. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഫാസ്റ്റ് ഗ്രോത്ത് ആയിരിക്കും. ഇനി ഒരു പർട്ടിക്കുലർ സമയം എത്തുമ്പോൾ അത് സ്റ്റേബിൾ ആവുകയാണ്. അതായത് അവിടെ കംപ്ലീറ്റ്ലി സാച്ചുറേഷൻ സ്റ്റേജിലേക്ക് എത്താൻ പോവുകയാണ്. അങ്ങനെ എത്താൻ പോകുമ്പോൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പോപ്പുലേഷൻ ഇൻക്രീസ് ഒന്നും ഉണ്ടാവില്ല. അതായത് ഇൻക്രീസ് ഉണ്ടാവും, പക്ഷെ അതിൻ്റെ റേറ്റ് കുറവായിരിക്കും. ഫാസ്റ്റ് ഗ്രോത്ത് ഉണ്ടാവില്ല, സ്ലോ ആയിട്ടായിരിക്കും ഇൻക്രീസ് ഉണ്ടാവുന്നത്. അതാണ് ഞാൻ ഏറ്റവും ടോപ്പിൽ കാണിച്ചിരിക്കുന്നത് സ്ലോ ഗ്രോത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ സ്ലോ ഗ്രോത്തിൽ കൂടെ കടന്നുപോയി ഇനി അടുത്ത ഒരു കപ്പാസിറ്റി ഉണ്ട്, ഒരു സിറ്റിക്ക് ഒരു ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്. അതായത് ഇത്രയും പോപ്പുലേഷൻ മാത്രമേ ആകാൻ പാടുള്ളൂ എന്നുള്ളത് ഒരു ഡിസൈൻഡ് അല്ലെങ്കിൽ പ്ലാൻഡ് ആയിട്ടുള്ള സിറ്റീസിൽ അങ്ങനെയുണ്ട്. അപ്പം ആ ഒരു കപ്പാസിറ്റി എത്തുമ്പം അത് സ്റ്റേബിളായി എന്നാണ് അർത്ഥം. അതായത് അവിടെ കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല, അതൊരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സാച്ചുറേഷനിലേക്ക് എത്തി എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇതാണ് ഈ ഒരു ലോജിസ്റ്റിക് കർവിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ലോജിസ്റ്റിക് കർവ് മെത്തേഡിൽ പറയാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് ആണ് പഠിച്ചത്. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുവരെ ബൈ.